Hello guys, welcome back to my YouTube channel. അപ്പോൾ ഇന്ന് നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്നത് ബിഗ് ബോസിന്റെ ഒരു ലൈവ് എപ്പിസോഡും അതുപോലെ തന്നെ കുറച്ച് പ്രമോസ് വന്നിട്ടുണ്ട്. ആ പ്രമോസും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ ആദ്യത്തെ അവിടെ നടന്ന പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അനീഷ് ഏട്ടനുമായിട്ട് ഹൗസിലുള്ള എല്ലാരും വീണ്ടും അടിയാക്കിയേക്കുവാണ്. അതായത് അനീഷേട്ടൻ ഇനി അവിടെ ഉള്ള എല്ലാരെ കൊണ്ട് സോറി പറയിപ്പിച്ചിട്ടേ കിച്ചണിൽ കയറുള്ളൂ. അതുപോലെ തന്നെ നമ്മുടെ രേണു ചേച്ചി വീണ്ടും മറ്റേ സെപ്റ്റിക് ടാങ്ക് കാര്യം വിട്ടിട്ടേ ഇല്ല ഗൈസ്. സോ അതിനെ കുറിച്ച് കുറച്ച് പറയാനുണ്ട്. ആൻഡ് അനുമോൾ ഇപ്പൊ ജസലിന്റെ പുറകെയാണ്. ജസൽ എന്തായാലും മേക്കപ്പ് ചെയ്തെന്ന് അനുമോള് കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ. കുള്ളത്തിന്ന് വിളിച്ചില്ലേ, അതുകൊണ്ട് എന്തായാലും ഞാൻ കണ്ടുപിടിച്ചിട്ടേ ഉള്ളൂ കേട്ടോ. സോ അവിടെ അവരുടെ തമ്മിലുള്ള ഭയങ്കര ഫൈറ്റുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. സോ വൺസ് അഗൈൻ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും വെൽക്കം ബാക്ക്. സോ നമ്മുടെ വീഡിയോ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റിലൂടെ അറിയിക്കുക. അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും. സോ ഐ എം വെയിറ്റിംഗ് ഫോർ യുവർ കമന്റ്. സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പൊ ആദ്യം തന്നെ അവിടെ അടി നടക്കുകയാണ്. അതായത് ഒരു ബൗള് ചോറുണ്ടായിരുന്നു. സോ അപ്പം ഈ ചോറ് എടുത്തപ്പോ നൈറ്റ് ആണെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ അനീഷേട്ടൻ പറയുന്നു അത് നമുക്ക് കളയാന്ന് പറയുന്നു. സോ അപ്പം എല്ലാവരും കയറി തുടങ്ങി, നീ ഒരു കർഷക കുടുംബമാണ്, എന്നിട്ടാണ് നീ കളയാന്ന് പറയുന്നത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്, അല്ലെങ്കിൽ ഭയങ്കര പോസിറ്റീവ് ആയിട്ടാണല്ലോ പറയുന്നത്, ഇപ്പൊ എന്താണ് ഇങ്ങനെ പറയണേന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര ഒരു അടി നടക്കുകയാണ്. അപ്പൊ നമ്മുടെ അനീഷേട്ടൻ വന്നിട്ട് പറയാണ്, ഞാൻ ഇനി നിങ്ങളെല്ലാരും എന്നോട് സോറി പറഞ്ഞാലേ ഞാൻ ഇനി കിച്ചണിൽ കയറത്തുള്ളൂ എന്ന് പറഞ്ഞ് പിന്നെ ആൾക്കാർ അതും പറയുന്നുണ്ട്. പക്ഷെ ആളുടെ സ്ഥിരം സ്ഥായി ഭാവം എടുത്തിട്ട് ആൾ അവിടെ ഇരിക്കുകയാണ്. സോ അപ്പം നമ്മുടെ ബിൻസിയും ശൈത്യയും കൂടെ ബാക്കിൽ നിന്ന് പറയുന്നുണ്ട്, പക്ഷെ ശരിക്കും പറഞ്ഞാൽ അനീഷേട്ടൻ ചെയ്യുന്നത് ശരിയാണ്, അല്ലെങ്കിൽ അനീഷേട്ടന്റെ ഭാഗത്താണ് ഇത്. കാരണം ഉച്ചയ്ക്ക് ചോറ് എടുത്തപ്പോൾ ആള് പറഞ്ഞതാണ് തികയത്തില്ലെന്ന് പറഞ്ഞതാണ്, പക്ഷെ ആരും അത് മൈൻഡ് ചെയ്തില്ല. അപ്പോ അനീഷേട്ടന്റെ ഭാഗത്ത് തന്നെയാണ് ശരി എന്നൊക്കെ പറഞ്ഞിട്ട് അവര് പറയുന്നുണ്ട് ലൈവില്. ഭയങ്കര ചെറിയ സൗണ്ടിലാണ് അത് പറയണത്. സോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൂറ വന്നിട്ട് അനീഷേട്ടനോട് പറയുന്നുണ്ട്, വാ ഇതെന്താ ഇങ്ങനെ ഇരിക്കുന്നത്. അപ്പൊ പുള്ളി അത് തന്നെ പറയാണ്, ലൈക് സ്ഥിരം എംപോസിഷൻ, ഞാൻ എന്റെ കാല് പിടിച്ചാൽ മാത്രമേ, മീൻസ് സോറി പറഞ്ഞാൽ മാത്രമേ ഞാൻ കിച്ചണിലേക്ക് വരത്തുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. സോ അടുത്തത് നമ്മളെ അടുത്തൊരു പ്രമോണ്. അതായത് നമ്മുടെ അനുമോളും ജസലും തമ്മിൽ. അനുമോള് ജസൽ അപ്പൊ മേക്കപ്പ് ചെയ്യുന്ന ഇങ്ങനെ രാത്രി ഫുള്ള് എന്ന് കണ്ടുപിടിച്ചോണ്ട്, അപ്പൊ എല്ലാരും പറഞ്ഞു പൗഡർ ആണെന്ന്. പക്ഷെ ആൾക്ക് ആ ഒരു ടിഷ്യൂ പേപ്പർ നമ്മുടെ ബിഗ് ബോസിനെ അനുമോള് കാണിക്കുന്നുണ്ട്. അപ്പൊ അത് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാം ഫൗണ്ടേഷൻ ആണ്. പക്ഷെ ജസല് സമ്മതിക്കുന്നില്ല, അത് ഓയിലാണെന്നാണ് പറയുന്നത്. പക്ഷെ ഓയിൽ എങ്ങനെയാണ് ഈ ഫൗണ്ടേഷന്റെ കളറിൽ വരുന്നത്? സോ അങ്ങനെ നീ അപ്പം ബീട്രൂട്ട് ആണ് തേക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ബീട്രൂട്ട് എന്ത് ചെയ്യുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഒരു ബീട്രൂട്ട് കഷ്ണമൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അതില് ഒക്കെ ഒരു മേക്കപ്പും ഇല്ലാതെയാണ് അവിടെ നിൽക്കുന്നത്. അപ്പം ജിസൽ നോക്കുന്നത്, നിന്റെ ചുണ്ടിന്റെ കളർ ഇതല്ലല്ലോ, ഈ കളർ അല്ലല്ലോ, ഇത് നീയാണ് ലിപ്സ്റ്റിക് ഇട്ടിട്ടുള്ളത്, എനിക്കറിയാം, നിങ്ങൾ ഷെയർ ചെയ്ത് യൂസ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞ് ആദിലയോട് പറയുന്നുണ്ട്. നീ ഇവളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കാന്ന് എനിക്കറിയാം, നിങ്ങൾ ഗെയിം കളിക്ക് എന്റെ പുറകെ എന്തിനാ വരുന്നത്, അങ്ങനെ ഇങ്ങനെയാന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരി ഇങ്ങനെ കിടന്ന് പറയുന്നുണ്ട്. പുള്ളിക്കാരിക്ക് എന്തായാലും മേക്കപ്പ് ഇല്ലാതെ ഒട്ടും പറ്റുന്നില്ല. അപ്പൊ തന്നെ എന്തൊക്കെയോ കണ്ണാടിയിൽ പോയി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അപ്പൊ ആ ഒരു ടൈമിൽ നെവിനും ശൈത്യാന്ന് തോന്നുന്നു പുള്ളിക്കാരിയുടെ ബാഗ് ചെക്ക് ചെയ്യുവാന്ന് തോന്നുന്നു, എന്തെങ്കിലും മേക്കപ്പ് ഐറ്റംസ് ഉണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. പിന്നെ അപ്പത്തേക്ക് ശരത്താണെങ്കിൽ ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ഈ അടീന്റെ ഇടയ്ക്കൊന്ന് ഇങ്ങനെ ചിരിച്ചോണ്ട് ഇങ്ങനെ ചീള് കേസ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ചിരിച്ചോണ്ട് പോകുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോ അങ്ങനെ ബിഗ് ബോസിനെ എന്തായാലും അനുമോളുടെ അടുത്ത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് നല്ലൊരു പ്രശ്നമാകാൻ വേണ്ടി തന്നെ നല്ല സാധ്യതയുണ്ട്. അപ്പോ ജസ്റ്റിൽ ഇട്ടേക്കുന്ന ഡ്രസ്സൊക്കെ നല്ല കേട്ടോ, ബാക്കിയുള്ളവരെക്കാളും അടിപൊളിയായിട്ടുള്ള ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെയാണ് ജസ്റ്റിൽ ഇട്ടിട്ടുള്ളത്. സോ പിന്നെ അടുത്തൊരു പ്രമോ നമുക്ക് വന്നിട്ടുള്ള രേണുവിന്റെ സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ ആണ്. അപ്പം രേണു എന്ന് പറയുന്ന ആള് ഇപ്പം നോർമലി സ്വന്തമായിട്ട് കണ്ടന്റ് ഉണ്ടാക്കാൻ പോവാണ്. ആക്ച്വലി ഈ ഒരു കണ്ടന്റ് മാത്രമല്ല സെപ്റ്റിക് ടാങ്ക് ഇഷ്യൂ. അപ്പോ ഞാൻ ഇവിടെ വഴിവെട്ടി വന്നേനെ, അങ്ങനെയാണ് ഇങ്ങനെയാണ്, കണ്ണാടി നോക്കി സംസാരിക്കുന്ന കാര്യമില്ല. അത് വീണ്ടും പുള്ളിക്കാരി ഇങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പൊ ഞാൻ എന്തായാലും ആൾക്ക് മാപ്പ് കൊടുക്കില്ല, ഞാൻ എന്തായാലും കൊടുക്കത്തില്ല, എന്നെ അങ്ങനെ വിളിച്ചു, ഒരിക്കലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞ് പുള്ളിക്കാരി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് തെറ്റാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ അക്ബർ പുള്ളിക്കാരിനെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടി, ലാലേട്ടൻ പറഞ്ഞുകൊണ്ടാണ് ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് 100 ദിവസം
നിൽക്കാൻ പറ്റുമോ? ആക്ച്വലി പുള്ളിക്കാരി വേറൊരു കണ്ടന്റും അവിടെ തരുന്നില്ല. പക്ഷെ ഇപ്പോ സെപ്റ്റി ടാങ്ക് മാത്രം ഒന്ന് കിട്ടിയതുകൊണ്ട് അതും പൊക്കി പിടിച്ച് ഇങ്ങനെ നിൽക്കുകയാണ്. അതും പിന്നെ മറ്റേ കാർഡുകളൊക്കെ ഇറക്കിയാണ് പുള്ളിക്കാരി ഇങ്ങനെ നിൽക്കുന്നത്. സോ പുള്ളിക്കാരിയുടെ ഒരു സ്ഥിരം ഇതാണ് കണ്ണാടി. അപ്പൊ കുറെ നെഗറ്റീവ് കമന്റ്സ് ആണ് ആ ഒരു പ്രൊമോയ്ക്ക് വന്നിട്ടുള്ളത്. ഈ കണ്ണാടിയുടെ ഒരു അവസ്ഥ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കുറെ നെഗറ്റീവ് കമന്റ്സ് വരുന്നുണ്ട് അതിന്. അപ്പം അങ്ങനെയാണ് നമ്മുടെ രേണു ചേച്ചിന്റെ കറണ്ട് സിറ്റുവേഷൻസ് ഒക്കെ ഇങ്ങനെയാണ്. അപ്പോ എന്തായാലും അടുത്ത നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്നു. ഈ സംഭവങ്ങളൊക്കെ കാണാം, അടിപൊളിയാണ്. അപ്പോ ഞാൻ വിചാരിച്ചു, അപ്പൊ കുറെ ശരിക്കും പറഞ്ഞാൽ ഞാൻ വിചാരിച്ചൊരു കാര്യം ആ കമന്റിൽ കണ്ടു കേട്ടോ. ആദ്യം നമ്മൾ വിചാരിച്ചു ഭയങ്കര കണ്ടന്റ് ഒക്കെ തരും, ഭയങ്കര പുലിയായിരിക്കും നമ്മുടെ രേണു ചേച്ചിന്ന്. പക്ഷെ ഇപ്പൊ വന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് പൂച്ചക്കുട്ടീനെ പോലെയാണെന്നുള്ളതൊക്കെ മനസ്സിലായി എന്ന് പറഞ്ഞൊരു കമന്റ് ഇട്ടു. എനിക്ക് അത് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണം കേട്ടോ. ശരിക്കും ഞാൻ വിചാരിച്ച ഏറ്റവും കൂടുതൽ എന്തായാലും രേണു വന്ന് കണ്ടന്റ് തരുമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു സീരിയസ്ലി. കാരണം പബ്ലിക് പ്ലാറ്റ്ഫോമിൽ എന്ത് ചെയ്താലും ഇതിനു മുന്നേ എന്ത് ചെയ്താലും കണ്ടന്റും വൈറലും ആയിക്കൊണ്ടിരുന്ന ആള് ഇവിടെ വന്ന് എന്തെങ്കിലും ഒക്കെ തരും. പക്ഷെ ആള് ഭയങ്കര ഡള്ളാണ്, ഭയങ്കര ഒരു അത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അവിടെ ഏറ്റവും ക്ഷീണം തട്ടിയിട്ടുള്ളത് രേണുവിനാണ്. അപ്പൊ എന്തായാലും നമുക്ക് നമ്മുടെ മെയിൻ വീഡിയോ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. സോ അതുവരെയും ഇറ്റ്സ് മീ ചഞ്ചൽ സൈനിങ് ഓഫ്. ബൈ.